ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന. ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. AV ജയശങ്കർ വിവരങ്ങൾ വച്ചിരുന്നു. ജയശങ്കർ, ഈ അയിരൂർ സ്വദേശി രാമചന്ദ്രൻ നായർ സമർപ്പിച്ച 58 പവനെ പറ്റി ഒരു സംശയം അങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണോ പരിശോധന, ജയശങ്കർ? അതായത് ആശ്മി, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പിന്നെ ഹൈക്കോടതി അമിക്കസ് ക്യൂറി നിയോഗിച്ചിരുന്നു. ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്ത് ദ്വാരപാലക പാളികൾ ഉൾപ്പെടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്ന പാളികൾ ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. പിന്നാലെയാണ് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പരിശോധനയ്ക്ക് എത്തുന്നത്. അതീവ രഹസ്യമായാണ് ഈ ഒരു പരിശോധന. ഈ ശബരിമലയെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രോങ് റൂം എന്ന് പറയുന്നത് ആറന്മുളയിലേതാണ്. അവിടെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട പല ആഭരണങ്ങളും സ്വർണ്ണ ഉരുപ്പടികളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത്. ശബരിമലയുമായി കേന്ദ്രീകരിച്ച് ശബരിമലയിലെ പരിശോധന കഴിഞ്ഞതിന് ശേഷമുള്ള തുടർ പരിശോധനയുടെ ഭാഗമായാണ് നിലവിൽ ആറന്മുളയിൽ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തുന്നത് ലഭ്യമാകുന്ന വിവരം. അതീവ രഹസ്യമായിട്ടായിരുന്നു ജസ്റ്റിസ് KT ശങ്കറിന്റെ പരിശോധന. മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇല്ലെങ്കിൽ ലോക്കൽ പോലീസിന് പോലും ഈ ഒരു പരിശോധന സംബന്ധിക്കുന്ന ഇത്തരത്തിൽ വരുന്നുണ്ടെന്നൊരു വിവരം നൽകാതെ പെട്ടെന്നായിരുന്നു ജസ്റ്റിസ് KT ശങ്കറിനും ടീമും എത്തി ഇത്തരത്തിലൊരു പരിശോധന ആരംഭിച്ചതെന്നാണ് വിവരം. ആദ്യഘട്ടത്തിൽ വിജിലൻസ് സംഘമാണ് ഉള്ളിലുള്ളതെന്നൊരു വിവരമാണ് പുറം ലോകത്ത് എത്തിയത്. പക്ഷെ പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന എന്ന വിവരം ഒരു സ്ഥിരീകരണം വരുന്നത്. എന്തായാലും ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അല്പസമയം മുമ്പാണ് ഈ സംഘം ഇവിടെ എത്തി പരിശോധന ആരംഭിച്ചത്. ശബരിമലയിലെ പരിശോധന ഒരാഴ്ച മുമ്പാണ് ജസ്റ്റിസ് ശങ്കരൻ പാതി വഴിയിൽ നിർത്തി തിരിച്ചുപോയത്. പിന്നീട് ഒരു ഘട്ടം കൂടി ശബരിമലയിലേക്ക് വരുമെന്നൊരു നിർദ്ദേശം കൂടി അദ്ദേഹം മറ്റ് ഒപ്പമുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. അതിനുശേഷം എറണാകുളത്തേക്ക് മടങ്ങിയ ജസ്റ്റിസ് KT ശങ്കരൻ എന്തായാലും ആറന്മുളയിൽ എത്തിയിരിക്കുന്നു. ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയാണ്. ഈ ദേവസ്വം തിരുവാഭരണം കമ്മീഷണർ ഒപ്പം സ്മിത്ത് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ കെട്ടിടത്തിനുള്ളിൽ, ഈ സ്ട്രോങ് റൂമിനുള്ളിലാണ് ഈ സംഘം പരിശോധന നടത്തുന്നത്. അതീവ രഹസ്യമായി ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ തന്നെ അതീവ രഹസ്യമായാണ് ഈ പരിശോധന ആരംഭിച്ചത്. പരിശോധന ആരംഭിച്ചേറെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പരിശോധന നടക്കുന്നുണ്ടെന്ന വിവരം ആറന്മുളയിലെ ദേവസ്വം ജീവനക്കാർക്ക് പോലും ലഭ്യമായത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണ ഉൾപ്പെടെയുള്ള ഉരുപ്പടികളുടെ കണക്കെടുപ്പ് ആണ് ജസ്റ്റിസ് KT ശങ്കരൻ ഹൈക്കോടതി പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മഹസർ ഉൾപ്പെടെ നോക്കുകയും ഇതിന്റെ അളവ് തൂക്കങ്ങൾ ഒരുപോലെയാണോ, എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ, ക്രമക്കേടുകളുണ്ടോ എന്ന കാര്യമാണ് ജസ്റ്റിസ് KT ശങ്കരൻ നിലവിൽ ഈ ഒരു പരിശോധനയിലൂടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ പരിശോധനയാണ് ഇപ്പോഴും നടക്കുന്നത്. സന്നിധാനത്ത് ഒരു വട്ടം കൂടി ജസ്റ്റിസ് KT ശങ്കരൻ പരിശോധന നടത്തുമെന്നൊരു വിവരവും സൂചനയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇനി ആറന്മുളയിലെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കുമെന്നാണ് എന്തായാലും വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് സന്നിധാനത്തെത്തി ദ്വാരപാലക പാളികൾ ഉൾപ്പെടെ ജസ്റ്റിസ് KT ശങ്കരൻ പരിശോധിക്കുകയും തിരിച്ചിറങ്ങുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ ജസ്റ്റിസ് KT ശങ്കരനും സംഘവും പരിശോധന നടത്തുകയാണ്. ആശ്മി, AV ജയശങ്കറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒരു 58 പവന് പരാതിയുണ്ട്. അതല്ലാതെ ശബരിമലയിലെ സ്വർണ്ണത്തെപ്പറ്റി പരാതിയുണ്ട്. ആ പരാതികൾ കൂടുതൽ വിശ്വാസയോഗ്യമാകുന്നത് സാക്ഷാൽ ശബരിമലയിൽ സാക്ഷാൽ അയ്യപ്പന്റെ ഇരുപുറവുമുള്ള ദ്വാരപാലകരുടെ സ്വർണം 400 ഗ്രാം അടിച്ചു മാറ്റിക്കൊണ്ട് വിറ്റു, കട്ട മുതൽ കൊണ്ട് വിറ്റു എന്ന് പകൽ പോലെ വ്യക്തമാവുകയും ആ വിറ്റ സ്വർണം തുണ്ടി മുതൽ കണ്ടെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന പരിശോധനകൾ കൂടുതൽ പ്രസക്തിയുണ്ട്. എത്ര പവൻ എങ്ങോട്ടൊക്കെ ആരൊക്കെ എടുത്തുകൊണ്ട് പോയി ആർക്കൊക്കെ വിറ്റു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം ഈ പരിശോധനയിലടക്കം കിട്ടേണ്ടതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.